ഈ ശബ്ദപരിധിക്കുള്ളിൽ നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ക്രിസ്ത്യ വന്ദനം. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അതിയ ദുരിതം പാഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശത്തും കടന്നു വന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം അരുളി ചെയ്യുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പകർന്ന മഹാകൃപയെ ഓർത്തുകൊണ്ട് പ്രാണമായ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നാം ഒന്ന് വിവേചിച്ചാൽ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാലഘട്ടമല്ല ഇന്നത്തെ കാലഘട്ടം. ഓരോ ദിവസവും മനുഷ്യനിൽ പാപസ്വഭാവം, ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനുള്ള വാഞ്ച വളർന്നു വന്നുകൊണ്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു തലമുറ ഈ കേരളക്കരയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നാം എത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിന് മയക്കുമരുന്ന് അടിമപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുന്നു. പീഡിപ്പിക്കപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുന്നു. കുറ്റകൃത്യങ്ങൾ അനുദിനവും വർദ്ധിച്ചു വരുന്നു. കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പീഡന കേസുകളും കൊലപാതകങ്ങളും ഓരോ ദിവസം പത്രവാർത്തയാണ് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ നടക്കാത്ത, പീഡന കേസുകൾ നടക്കാത്ത ഒരു ദിനം പോലെ കേരളക്കരയിൽ ഇല്ല എന്നുള്ള കാര്യം അതിശയകരമായ കാര്യമാണ്. നാം പത്രവാർത്ത എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാർത്തകൾ നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയും. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ അല്ലായിരുന്നു. എന്തുകൊണ്ട് മനുഷ്യന് ഇങ്ങനെ മൃഗങ്ങളെക്കാൾ താഴ്ന്ന രീതിയിൽ അധംപതിക്കുവാൻ കഴിയും? വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? നാം പാർക്കുന്ന കേരളം ഒരു മലയാളി എന്ന് പറയുന്നതിൽ ഏറ്റവും അഭിമാനം കൊള്ളുന്ന കേരളമാണ്. നാം കേരള നിവാസികളാണ്. കാര്യം വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാമൂഹ്യപരമായും എല്ലാ മേഖലകളിലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ മലയാളി എന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ മലയാളി എന്ന് പറയുന്നവർക്ക് അഭിമാനത്തേക്കാൾ കൂടുതൽ അപമാനം വരുത്തുന്ന സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അങ്ങനെയെങ്കിൽ യുവതലമുറയിൽ മെഡിസിൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്ന് അടിമപ്പെടുന്നു. ക്യാൻസറിന് വേദന സംഹാരിയെ കുത്തിവെക്കുന്ന മരുന്നുകൾ പോലും ലഹരിക്കായി ഉപയോഗിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസിന്റെ എണ്ണം ഓരോ ദിവസം കഴിയുന്നതോറും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല അവർ അങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ല മത നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ? ആത്മീയ വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടാണോ? അല്ല. ഈശ്വര വിശ്വാസം കുറവായത് കൊണ്ടാണോ? അല്ല. ഇന്ന് പലക്കാലം ജയിലേറെ സന്ദർശിച്ചാൽ അവിടെ നിരീശ്വരവാദികളെക്കാൾ കൂടുതൽ ഈശ്വര വിശ്വാസികളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈശ്വര വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മതവിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ടല്ല, നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടോ വളരാത്തത് കൊണ്ടോ അല്ല മനുഷ്യനിങ്ങനെ അധംപതിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കഴിഞ്ഞ ദിവസം തന്നെ മനുഷ്യ മനസാക്ഷിയെ ഉറപ്പിച്ച ഒരു സംഭവമാണല്ലോ വെഞ്ഞാറമൂട്ടിൽ നടന്നത്. ഇന്ന് മതപത്രവാർത്തത്തിൽ ആ കാര്യാദികളെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് കഴിയുമ്പോൾ അടുത്തത് നടക്കുന്നു. പീഡന കേസുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. ഇവിടെയാണ് ഞങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ഈ ആത്മീയ സന്ദേശത്തിന്റെ നിലവാരം. ഇന്ന് പലപ്പോഴും നിങ്ങൾ ഏത് മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന മതസംഹിത പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും അവന് നന്മ ചെയ്യുവാൻ കഴിയാതെ അവനെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന ഒരു ഇരുളിന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ വാഴുന്നുണ്ട്. അത് എല്ലാ മതവും ഒരുപോലെ പഠിപ്പിക്കുന്നതാണ്. മനുഷ്യന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തനിക്ക് മദ്യപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയോ മദ്യപാനികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ കടന്നുകൊണ്ട് പറയും, പാസ്റ്ററിന് ഞങ്ങൾ മദ്യപിക്കത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ചിലർ 24 മണിക്കൂർ മദ്യപിക്കാതിരിക്കും, ചിലർ 48 മണിക്കൂർ, ചിലര് ഒരാഴ്ച വരെ. എന്നാൽ ചില ദിനങ്ങൾ കഴിയുമ്പോൾ വീണ്ടും അവരുടെ മദ്യപാനത്തിന് അടിമയാകുന്നു. അവരുടെ കുടുംബത്തിൽ ഈ ഒരാഴ്ചക്കാലം നല്ല ആശ്വാസവും സമാധാനവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ ഒരാഴ്ചക്കാലം കഴിയുമ്പോൾ വീണ്ടും ആ കുടുംബത്തിലേക്ക് അസമാധാനം കടന്നു വരികയാണ്, അശാന്തിയുടെ അനുഭവങ്ങൾ കടന്നു വരികയാണ്, ദാമ്പത്യ ജീവിതം തകർച്ചയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? മനുഷ്യന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തനിക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇവിടെയാണ് ഞങ്ങളുടെ പ്രതിപാദ്യ വിഷയം. ഇതിന് പരിഹാരം കണ്ടാൽ മാത്രമേ ഇന്ന് നാം കാണുന്ന ഈ വിഷയങ്ങൾക്ക് ഒരു അറിവ് വരികയുള്ളൂ. എന്തുകൊണ്ട്
എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മനുഷ്യൻ ജന്മന പാപിയാണ് എന്നുള്ളതാണ്. മനുഷ്യനെ കുടികൊള്ളുന്ന പാപമാണ് അവനെ കൊണ്ട് തിന്മയുമായ കാര്യാദികൾ ചെയ്യിക്കുന്നത്. ഒരു മനുഷ്യൻ തന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് പാപത്തിലാണ്, അവൻ ജനിച്ചു വീഴുന്നത് പാപത്തിലാണ്, വളരുന്നത് പാപത്തിലാണ്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ഉരുവായി പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി പാപത്തിന്റെ സ്വഭാവം ഉളവാക്കും. പാപം മനുഷ്യനെ പക ഉളവാക്കുന്നു, പാപം മനുഷ്യനിൽ വിദ്വേഷം ഉളവാക്കുന്നു, പാപം മനുഷ്യനിൽ അത്യാഗ്രഹം ഉളവാക്കുന്നു, പാപം മനുഷ്യനിൽ അസൂയ ഉളവാക്കുന്നു, പാപം ദാമ്പത്യ ജീവിതത്തെ തകർക്കുന്നു. അതുമൂലം മനുഷ്യ കൊലപാതകന്മാരാകുന്നു. പാപം തന്റെ വിവേകത്തെ മാറ്റിക്കളഞ്ഞ് അവൻ വികാരത്തിന് അധീനരായി. അവന് പക ദേഷ്യം ഉണർന്ന് അത് ക്രോധമായി ജനിച്ച് മറ്റുള്ളവരെ കൊല്ലുവാൻ, നിസാര കാര്യത്തിന് കൊല്ലുവാൻ തക്കോണം മടിയില്ലാത്തവനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാപത്തിന് പരിഹാരം കാണാതെ വണ്ണം, പാപത്തിന് പരിഹാരം കണ്ടാൽ മാത്രമേ ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക്, ആശയങ്ങൾക്ക് പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അവന്റെ സാങ്കേതിക വിദ്യകൾക്ക് പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം നന്മയുടെ മാർഗത്തിലേക്ക് വരുമായിരുന്നു. മനുഷ്യന്റെ സാങ്കേതിക വിദ്യകൾക്ക് അതിന് പരിഹാരം കാണുവാൻ സാധിക്കില്ല. മനുഷ്യന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞ തത്വചിന്തകൾക്കോ ഇസങ്ങൾക്കോ പാപത്തിന് പരിഹാരം കാണുവാൻ സാധിക്കുകയില്ല. കാരണം പാപ മനുഷ്യൻ തന്റെ സൃഷ്ടികർത്താവായ ദൈവത്തോട് ചെയ്തതാണ്. ദൈവത്തോട് കാട്ടിയ അനുസരണക്കേടാണ് പാപം. അക്ഷയനായ ദൈവത്തിന്റെ വേദസ്സിനെ അവന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾക്കൊത്തവണ്ണം ആരാധിക്കുന്നതാണ് പാപം. ഈ പാപത്തിന് പരിഹാരം കണ്ടാൽ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. കാലത്തിന്റെ മികവിൽ ദൈവം തന്നെ പാപത്തിന് പരിഹാരം കാണുവാൻ ഇടയായി തീർന്നു. മനുഷ്യൻ പാപം ചെയ്ത് അധമപാതാളത്തിലേക്ക് അനുദിനം അധംപതിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും തന്നോട് കൂട്ടായ്മ ആചരിക്കാൻ ഉണ്ടാക്കിയ മനുഷ്യൻ അനുദിനം അധമപാതാളത്തിലേക്ക് തീപ്പൊയ്കയിലേക്ക് തള്ളക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്നെ അതിന്റെ പരിഹാരമായി താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി ഒരു വലടയായി തീർന്നു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരിക്കുന്ന ദൈവപ്രതിമയായിരുന്ന ആരിലാണോ ദൈവം ദേഹരമേണ വസിക്കുന്ന ആ ക്രിസ്തു മാനവരാശിയെ രക്ഷിക്കാൻ, മനുഷ്യന്റെ പാപസമയത്തെ നീക്കുവാൻ, പാപത്തിന്റെ സംഭവം ദൈവിക ന്യായവിധിക്ക് അവൻ കീഴ്പ്പെട്ടുകൊണ്ട് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞുകൊണ്ട് ആ ക്രിസ്തു താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. ആ താഴെ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ ദൈവത്തിന് ദൈവവിട്ട പേരാണ് യേശു എന്ന പേര്. യേശു എന്ന പേരിന്റെ അർത്ഥം തന്റെ ജനത്തിന്റെ അകർത്തങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയാൽ രക്ഷകനർത്ഥമുള്ള യേശു എന്ന പേര് ഇടണമെന്ന് പറഞ്ഞു. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ. എന്തിന്റെ രക്ഷകൻ? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ. എന്തുകൊണ്ട്? പാപത്തിന്റെ ശിക്ഷ മരണമാണ്. പാപം ചെയ്യുന്ന വ്യക്തി അത് ആരായാലും അവൻ മരണശിക്ഷ അനുഭവിക്കണം. അങ്ങനെ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഏതെങ്കിലും മതം ഉളവാക്കുവാനല്ല, ഏതെങ്കിലും ജാതിയെ നേടുവാനല്ല. പാപം ചെയ്ത് ദൈവനേമം നഷ്ടപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ദൈവ സൃഷ്ടിയിൽ ആ വ്യക്തിക്ക് ദൈവമിട്ടിരിക്കുന്ന പേരാണ് പാപി. പാപത്തിന് മതമില്ല, പാപത്തിന് ജാതിയില്ല, പാപത്തിന് ഗുണമില്ല. പാപം ചെയ്യുന്നവരെല്ലാം പാപി. അങ്ങനെയെങ്കിൽ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാപികളെ തേടിയാണ്. മാനവകുലത്തെ അധമപാതാളത്തിലേക്ക് തള്ളിവിടുന്ന പാപത്തിന് പരിഹാരം കാണണം. എങ്ങനെ? പാപം ചെയ്ത മനുഷ്യൻ മരിക്കണം. ഞാൻ പാപം ചെയ്താൽ ഞാൻ മരിക്കണം. ഈ ശബ്ദവാരിക്കുള്ളിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളാണ് പാപം ചെയ്യുന്നത്, നിങ്ങൾ മരിക്കണം. നിത്യ നരകത്തിലേക്ക് നിങ്ങൾ പോകണം. അതിന് യേശു എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങളുടെ പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ ശിക്ഷ, നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ തന്റെ ജഡത്തിൽ വിധിച്ചുകൊണ്ട് എന്നേക്കുമായി പരമയാഗമായി തീരുമാനിടയായി തീർന്നു. എന്നാൽ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, ഞാൻ മരിക്കേണ്ട ഇടത്ത്
നിങ്ങൾ മരിക്കേണ്ടയിടത്ത്, ഞാൻ നിത്യനരകത്തിലേക്ക് തള്ളപ്പെടേണ്ടയിടത്ത്, ഞാൻ അധമപാതാളത്തിലേക്ക് തള്ളപ്പെടേണ്ടയിടത്ത് എന്റെ പാപത്തിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് ആ പാപത്തിന്റെ ഫലഫലത്തെ പഠിപ്പിച്ചിട്ട് ദൈവത്തെയും നമ്മളെയും അകറ്റുന്ന ആ പാപത്തിന്റെ ശിക്ഷ തന്റെ ജനത്തിൽ താൻ വിധിക്കുവാനിടയായി തീർന്നു. അങ്ങനെ കാൽവരിയിൽ പരമയാഗമായി തീർന്നു. ആ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പൊക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ആ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ നീതീകരിക്കുന്നു. ആ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ആ തേജോമനായ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപം നിമിത്തം മദ്യ ആസക്തിയിലാണ് നിങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. പാപം നിമിത്തം നിങ്ങൾ കോപിക്കുന്ന മനുഷ്യനാണോ? പാപം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനത്തിന്റെ വിഷയമുണ്ടോ? പാപം നിമിത്തം നിങ്ങളുടെ തലമുറകൾ മനസ്സിലാക്കേണ്ട പാതയിൽ നടക്കുന്നുണ്ട്. ഇന്ന് തൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ രക്ഷിക്കുന്ന ഒരു യേശുണ്ട്. അവന്റെ രക്തം മൂലം നമുക്ക് പ്രായശ്ചിത്തം വരികയാണ്. ആകയാൽ ആ യേശുവിൽ വിശ്വസിപ്പാൻ തൊക്കെ നമ്മുടെ ആയിത്തീരണം. ഇന്ന് തൽക്കാലം ആ ദൈവത്തോട് അടുത്ത് വന്നിട്ട്, ദൈവമേ, ഞാൻ പാപി മനുഷ്യൻ, ഈ പാപം ഹേതുവായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ പാപം ഹേതുവായിട്ടാണ് എന്റെ തലമുറ എന്നെ അനുസരിക്കാത്തത്. ഈ പാപം ഹേതുവായിട്ടാണ് ഞാൻ ഒരു രോഗിയായി തീരുന്നത്. ഈ പാപമാണ് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്. ആകെ ഞാൻ പാപിയാണ്. ആ യേശുവിന്റെ രക്തത്താൽ നിന്ന് കഴുകണമേ. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, ആ യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകുമാറാണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കുമാറാണമേ. മാത്രമല്ല, ആ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആ പഴയ മനുഷ്യനെ, ആ കോപിക്കുന്ന മനുഷ്യനെ, ആ മദ്യപാനിയായ മനുഷ്യനെ, ആ മനുഷ്യർ വെറുക്കുന്ന ആ മനുഷ്യന് ജലാശം എന്ന കല്ലറയിൽ അടക്കം ചെയ്തിട്ട് പുതിയൊരു മനുഷ്യനായി പുറത്തു വരുന്ന ആ വിശുദ്ധ സ്ഥാനമേറ്റ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയെ ചേർക്കുവാൻ ഇതാ യേശു മധ്യാകാശം വരികയാണ്. ഒരിക്കൽ ക്രിസ്തു പാപം നിമിത്തം വന്നു. ഇനി പാപം നിമിത്തമല്ല, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശം വരികയാകുകയാണ്. ഈ സന്ദേശമാണ് ദേശനിവാസികളോട് ഞങ്ങൾ അറിയിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും പുസ്തകത്തിലെ അറിവല്ല. ഞങ്ങൾ ഈ ഭൂമിയുടെ വരപ്പിൽ ഈ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ഇവിടെ ഞങ്ങളുടെ ശിവാബുദനുണ്ട്, ഞങ്ങളുടെ കൂടെ ബുദ്ധദാസ് ഉണ്ട്, ഉണ്ണികൃഷ്ണനുണ്ട്, അനീഷുണ്ട്, സേവയുണ്ട്, ജിബുണ്ട്. ഏത് ജാതിയിൽപ്പെട്ട വ്യക്തികളെയും ഞങ്ങളുടെ ഇടയിൽ കാണാം. കാരണം ഒരു കാലം അസമാധാനത്തിന്റെ ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അശാന്തിയുടെ ദിനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മനുഷ്യർ ഞങ്ങളെ വെറുക്കുന്ന ഒരു സ്വഭാവത്തിന് അടിമകളായിരുന്നു. സ്നേഹബന്ധം ഞങ്ങൾ അനുഭവിക്കാത്തവരായിരുന്നു. എന്നാൽ ഈ സുവിശേഷത്തിന്റെ മുന്നിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചപ്പോൾ ഞങ്ങളെ മാറ്റിമറിക്കുന്ന ആ ദൈവ സ്വഭാവം ഞങ്ങളുടെ ഉള്ളിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ഞങ്ങളെ മാത്രമല്ല, നൂറ്റാണ്ടുകളായി സുവിശേഷം മാനവരാശിയുടെ ഇടയിൽ പല രാജ്യങ്ങളും ഘോഷിക്കപ്പെടുന്നു. അനേക നരഭോജികൾ മനുഷ്യ സ്നേഹികളായി തീർന്നു. അനേക കുറ്റവാളികൾ ജയിലറയിൽ നിന്നും ഈ സുവിശേഷത്തിന്റെ മുന്നിൽ തന്നെ മുട്ടുമടക്കി ഏറ്റുപറഞ്ഞ് ഈ നാളുകളിൽ ഈ സുവിശേഷത്തിന്റെ പ്രചാരകനായി തീർന്നിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യ സമാധാനം അനുഭവിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച, ഞങ്ങളെ രക്ഷിച്ച യേശു നിങ്ങളെ രക്ഷിപ്പാൻ സർവശക്തൻ. ആകയാൽ ദേശമേ, അവനിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചു കൊള്ളുവേൻ. അതായ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാൻ, നമ്മുടെ ഇരുളിന്റെ സ്വഭാവം മാറുവാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിൽ ആ ദൈവത്തിന് വേണ്ടി തുറക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വരെ അനുഭവിക്കാത്ത സമാധാനം യേശു നിങ്ങളുടെ ഭവനത്തിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ഇന്നലെ വരെ അനുഭവിക്കാൻ പറ്റാത്ത ആശ്വാസം നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കുവാൻ കഴിയും. ആകയാൽ ആ ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലും തുറന്നാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരോ ഏത് ജാതിയിൽപ്പെട്ടവരോ, ഞാൻ മുൻപിനെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ജാതിയല്ല, മതമില്ല. പാപം ചെയ്തവരെല്ലാവരും പാപിയാണ്. അങ്ങനെയെങ്കിൽ ആ പാപത്തിന് പരിഹാരം വരുത്തുന്ന യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ അവകാശമാകുവാൻ നിങ്ങളെ ഓരോരുത്തരും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് സമാധാനമായി തീരട്ടെ. ഇപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരസ്യമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിക്കാൻ
ഞങ്ങളുടെ ബുദ്ധിനെയും വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച സകല പ്രിയപ്പെട്ടവരെയും വീടുകളെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ ദേശം, ഈ ദേശത്തുള്ള വീടുകൾ, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് സമാധാനമുള്ള സന്തോഷമുള്ളൊരു ദേശമായി കുടുംബങ്ങളായി ഇവർ മാറേണ്ടതിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച സകല പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ മനസ്സുവരം അനുഗ്രഹിക്കുകയും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രാർത്ഥന സ്വയം കേൾക്കുന്നതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നു. അവൻ രാജാതി രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.